എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാട്രിയറ്റിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ പാട്രിയറ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പാട്രിയറ്റ്, കണ്ടവർക്ക്, അതുപോലെ തന്നെ കണ്ടിട്ട് ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും, അതായത് സിനിമ കണ്ടവർക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ള ചോദ്യം മനസ്സിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പാട്രിയറ്റ് കണ്ടു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു റിവ്യൂ ഒന്നുമല്ല, എന്തൊക്കെയാണ് ആ ഒരു സിനിമയുടെ എക്സ്പെക്ടേഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ നമ്മൾ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ ശരിക്കും നിരാശപ്പെട്ടോ, അതോ നമ്മൾ കണ്ടവർക്കെല്ലാവർക്കും അതായത് നല്ലൊരു സിനിമയാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ്. അപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പോൾ പാട്രിയറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം, പാട്രിയറ്റ് ഭയങ്കരമായിട്ടൊരു വലിയൊരു ഹൈപ്പ് ഒന്നും, അതായത് എന്തോ ഒരു സംഭവം അങ്ങ് ബോംബ് വിടുന്ന പോലെ അങ്ങോട്ട് ഇടാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടല്ലെങ്കിലും, ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്ന ആ ഒരു ടോക്ക്, അതായത് താരങ്ങൾ തമ്മിലുള്ള ഒരു ടോക്ക്, അതിനുശേഷം അത് വളരെ മികച്ചൊരു സംഭവമായിരുന്നു. എല്ലാവരും 40-50 മിനിറ്റ്സ് ഓഫ് ടോക്ക് എന്ന് പറയുന്നത് വളരെയധികം, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത പ്രകാശ് ശർമ്മേന്റെ ഒക്കെ ആ ഒരു ഹ്യൂമർ, ആ ഒരു രംഗം ഷൂട്ട് ചെയ്ത രീതികളൊക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് ചിന്തിച്ചു. അതുപോലെ പ്രകാശ് ശർമ്മ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഞാൻ കണ്ടു സിനിമ അങ്ങനെയാണ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മൾ അതിൽ കൂടെ മമ്മൂട്ടി പറയുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് ഹൈപ്പിലേക്ക്, അല്ലെങ്കിൽ ഈ സിനിമ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു സംഗതി എന്താ പറയാ പ്രേക്ഷകരിലേക്ക് തന്നു എന്നുള്ളത് സത്യമാണ്. അത് ഈ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസിന് ഒരു കാരണമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് കാര്യങ്ങളായിരുന്നു. ഈ ഒരു ക്യാൻവാസിൽ ഇങ്ങനൊരു സിനിമ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ പല ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഒബ്വിയസ്ലി ഇത് ചെയ്യുന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. ആ സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പെക്ട് ചെയ്യണം എന്തായിരിക്കും നമ്മുടെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനൊരു ഉദാഹരണത്തിന് ഇതുപോലെ ഒരു ട്രെയിലർ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കണം ആ ട്രെയിലർ കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുക, മാനസികാവസ്ഥ എന്തായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധാരണ മനുഷ്യന്മാരല്ല, ഒരു സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, സിനിമയിൽ വർഷങ്ങളായി വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ഉണ്ടാവേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പാട്രിയറ്റ് എന്നുള്ള ഒരു സിനിമ. അതായത് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ മഹേഷ് നാരായണൻ പോലുള്ള ഒരു ഡയറക്ടർക്കും പല മേഖലകളിലും കൈകൊള്ളാം അല്ലെങ്കിൽ തെറ്റുപറ്റാം എന്നുള്ളതും കൂടിയാണ് പാട്രിയറ്റ് എന്ന് പറഞ്ഞുള്ള സിനിമ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഈ പാട്രിയറ്റ് എന്നുള്ള സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, അതായത് എനിക്ക് സിനിമ വർക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാം എന്ന് തോന്നി. എന്നാലോ വർക്കായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക്, അതായത് എന്റെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നെങ്കിൽ പാട്രിയറ്റ് ഇവിടെ എത്തി, ഈ ഒരു എന്താ പറയാ എത്ര ഇതായിരുന്നെങ്കിൽ ഇവിടെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്ര എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് കടക്കുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ സുദീർഘമായും അല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ ഡെപ്തിൽ സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിവുകളില്ല. ഞാനൊരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടത് പാലക്കാട് എന്നുള്ള ഒരു തിയേറ്ററിൽ നിന്നാണ്. അപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഒരുപാട്, അന്ന് ഞാൻ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ 8:30 ഷോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. സീറ്റൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സിനിമയുടെ ഈ ഒരു സ്കെയിലിൽ ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് ഉണ്ടാവേണ്ട ഓഡിയൻസ് ആയിരുന്നില്ല അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, സിനിമയുടെ കഥയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കഥയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും തന്നെയില്ല. ഒരു നോർമൽ സ്റ്റോറി. ആ സ്റ്റോറി എന്ന് പറയുന്നത് അതിങ്ങനെ ഇവോൾവ് ചെയ്ത് പോവുകയാണ്. തുടക്കം മുതൽ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് പറഞ്ഞു തരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു. നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഈ ലോജിക്കിനൊക്കെ ഒരുപാട് എന്താ പറയാ ആശ്രയിക്കുന്ന ഒരു വ്യക്തികളാണല്ലോ. സിനിമയിലാണെങ്കിലും ഒരുപാട് ലോജിക്ക് വേണം എന്നൊക്കെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അതിനൊരു ലോജിക്ക് ഉണ്ടാണോ, അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന ഓരോ രംഗങ്ങൾക്കും ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസിനും ഒക്കെ ഒരു മാന്യത അല്ലെങ്കിൽ ഒരു വിശ്വാസയോഗ്യത വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ ആ സിനിമ ആ ഒരു സ്കെയിലിൽ എടുക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ അവെഞ്ചേഴ്സ് ഒക്കെ നമ്മള് യൂത്തൊക്കെ വളരെയധികം കൈകൊട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതൊന്നും നമ്മൾ ഇതേവരെ ലോകത്ത് കാണാത്തതാണ്. പക്ഷെ നമ്മൾ സ്വീകരിച്ചു. കാരണം ആ ഒരു സ്കെയിലാണ്, ഇങ്ങനെ ഒരു കഥയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കഥ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോയി. സോ വി ആക്സെപ്റ്റഡ് ഇറ്റ്. എന്നാൽ പാട്രിയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന ഒരു കഥ പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാട്രിയറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കഥാതന്തു അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ ഒരുപാട് വിവാദമായി, എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കത്
ആ രീതിയിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പോൾ ആ റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തരുന്ന ആ ഒരു പോർട്രേറ്റ്, അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതിയെ പറ്റി, അല്ലെങ്കിൽ പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ നമ്മൾ ഒബ്വിയസ്ലി ട്രെയിലേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഞങ്ങൾ ഇതാണ് പറയുന്നതെന്ന് പറയേണ്ടതുള്ളൂ. ട്രെയിലേഴ്സും ഇങ്ങനെയുള്ള പിന്നെ ഫസ്റ്റ് ലുക്കും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു സംഗതി പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ പാട്രിയറ്റിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി എന്ന് എനിക്ക് തോന്നി. സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കണ്ടതും അതുപോലെ തന്നെ അതിനുശേഷം സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാകും. അതായത് ഞങ്ങൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ ആക്ച്വലി ട്രെയിലറിൽ കണ്ടുപോയല്ലോ എന്നുള്ളത്. അതുപോലെ തന്നെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ഈ ഫൈറ്റ് സീൻസ് എന്തിനാണ് മഹേഷ് നാരായണൻ എങ്ങനെ എടുത്തത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫൈറ്റ് സീക്വൻസ് ഒരിക്കലും എനിക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഫൈറ്റ് ആ സീൻ, ഒറ്റ സീൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവിടെ നടക്കുന്നത്. ക്യാമറ ഇങ്ങനെ എന്താ പറയാ തലകുത്തി മറിയാണ്. അത് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഞാൻ ക്യാമറയും ക്ലോത്തിലേക്ക് ചാരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ തിരിയുമ്പോൾ ക്യാമറയും തിരിയാണ്. അതുപോലെ അയാളുടെ ശരിയായ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫൈറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ, അങ്ങനെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ വളരെ സ്ലോ മോഷൻ ഇല്ലെങ്കിൽ കൂടിയും ഒരു ഫൈറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതിനകത്ത് അത് തീരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ഒറ്റ ഫൈറ്റും ഞാൻ അങ്ങനെ തന്നെ പറയും, ഒരൊറ്റ ഫൈറ്റും ഞാൻ ആസ്വദിച്ചിട്ടില്ല. കാരണം ഞാൻ എവിടെ നിന്നൊക്കെയാണ് ഫൈറ്റ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഒന്ന് പിന്നെ എയർ എന്നുള്ള, അതായത് ഒരു വിമാനത്തിൽ നിന്നുള്ള ഫ്ലൈറ്റിന്റെ ഒരു ആകാശത്ത് നിന്നായിക്കോട്ടെ, പിന്നെ റോഡും നിന്നായിക്കോട്ടെ, കുളിമുറി നിന്നായിക്കോട്ടെ, കക്കൂസ് നിന്നായിക്കോട്ടെ, എവിടെ നിന്നാണെങ്കിലും ഫൈറ്റ് ഒന്നും തന്നെ ഞാനീ പറഞ്ഞ കുളിമുറി, ടോയ്ലറ്റ്, അതുപോലെ തന്നെ നിലം, ആകാശം, ഇങ്ങനെയുള്ള എല്ലായിടത്തും ഫൈറ്റിന് നല്ല ടോർത്തം. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് അതെ രണ്ടാൾക്കാർ പോയിട്ട് ഇങ്ങനെ എവിടുന്ന് ഇവിടുന്ന് ആടുന്ന് ടോയ്ലറ്റ് ഒന്നും അവിടെ നിന്നും ഫൈറ്റ് ഉണ്ട് പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറയരുത്. കാരണം ഞാനിവിടെ ചുമ്മാ ഒരു സർക്കാസ്റ്റിക്കലി പറഞ്ഞതാ. ഫൈറ്റ് അപ്പോൾ ഇവിടെ നിന്നായിക്കോട്ടെ ആ ഫൈറ്റ് കാണാനൊരു ആഗ്രഹം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ നമുക്കൊരു പവർ കിട്ടണം, അതൊന്നുമില്ല. കാരണം ക്യാമറ വളരെയധികം ഒരു സ്ഥിരതയില്ലാത്ത ക്യാമറ കൊണ്ടെടുത്ത പോലെ ഇരിക്കുന്നു. ക്യാമറ അങ്ങനെ തെറിക്കുകയാണ്, ആൾക്കാരടിക്കുമ്പോൾ തെറിച്ചോ, ചിലപ്പോൾ നിലത്തിനൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത്. കാരണം തീരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഫൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എന്താ പറയാ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു പെർഫെക്ഷനിൽ എന്തെങ്കിലും കുറവ് തോന്നിയപ്പോൾ അങ്ങനെ സീരിയസ്ലി ഞാൻ ചിന്തിച്ചാണ് സിനിമ കാണുന്ന സമയത്ത്. ആ ഫൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്. അതുകൊണ്ടായിരിക്കും ഈ ആ ഒരു സീക്വൻസിൽ ആ ഒരു പെർഫെക്ഷനിൽ എന്തെങ്കിലും കുറവ് തോന്നിയപ്പോൾ മഹേഷ് നാരായണ പോലെ ഒരു ഡയറക്ടർ അങ്ങനെ ചെയ്തപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എടുത്തത്. പക്ഷെ ഫഹദിന്റെയും കുഞ്ചാക്കോവിന്റെ എല്ലാം ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ അറിയാത്ത കാര്യങ്ങളല്ലല്ലോ അത്, അല്ലെ? അപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലിനെ കൊണ്ടും വളരെ മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കാനും പറ്റും എന്നുള്ളത് ഇരിക്കെ ഇങ്ങനെ ക്യാമറ ചാടിച്ചുകൊണ്ട് ഫൈറ്റ് എടുപ്പിച്ചത് എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് വളരെയധികം വളരെ വലിയൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. നമുക്ക് കഥയിലേക്ക് വരികയാണെങ്കിൽ വേറൊന്നും പറയാനില്ല. കഥ എന്ന് പറയുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷെ ആ സ്റ്റോറി ടെല്ലിങ്ങിൽ അല്ലെങ്കിൽ അതിനുപയോഗിച്ച രീതികൾ, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ഒരു കഥ ഡെവലപ്പ് ചെയ്യാൻ ഓരോ പോയിന്റ്സ് ഉണ്ടാവില്ല, അതായത് ഓരോരോ കാരണങ്ങൾ. ആ കാരണങ്ങൾ കുറച്ചുകൂടി മികച്ചതാക്കാൻ വേണ്ടി, കുറച്ചുകൂടി ഓഡിയൻസിന് കൺവിൻസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അവൻ അങ്ങനെ ഉപകാരമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആവാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞുതരാം, ഒരു ചങ്ങായി ഒരു സിനിമ ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ ആ സിനിമയിൽ ഒരു വ്യക്തി ഒരുത്തനെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഒരുത്തനെ കൊല്ലാൻ പോകുമ്പോൾ ആ കൊല്ലാനുള്ളതായിട്ടുള്ള പണ്ട് ഓന ഇക്കിളിയാക്കിയതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കൊല്ലുന്നത്, അത് ആ ഒരു രീതിയിൽ എടുത്തു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഒരു സിനിമ എടുത്തു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. പണ്ട് ഇക്കിളിയാക്കിയത് കൊണ്ട് ഞാൻ അവനെ കൊന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങിയതിനെ കൊണ്ട് ഞാൻ അവനെ കൊന്നു, ഇതേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കഥ എടുത്ത് വെച്ചാൽ അങ്ങനെ അത് ശരിയാവില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അത് കൃത്യമായിട്ടുള്ള ഒരു കാരണം ആ കഥ ഡെവലപ്പ് ചെയ്യാൻ വേണം. കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതികൾ ആ ഒരു സീരിയസ്നെസ്സിൽ, അവരുടെ സീരിയസ്നെസ് എടുത്ത ഒരു പക്ഷെ നമുക്ക് വർക്കാവും. പക്ഷെ നമുക്ക് ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ടെക്നിക്കലി ഇൻ ദ സെൻസ് ആ ഒരു കഥ വികസിക്കാൻ ആവശ്യമായ ചില പോയിന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ്, അത് ആ പോയിന്റ്സ് ശരിക്കും പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ച അങ്ങനെ ഒരു രീതിയിൽ ചെയ്യണ്ട, അല്ലെങ്കിൽ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു രീതിയിലേക്ക് കഥ കൊണ്ടുപോയി അതിൻ്റെ ആവശ്യമില്ല. കാരണം ഫഹദ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് അത്രയും ടാലന്റിനെ ഹയർ ചെയ്യാനൊക്കെ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറെ രീതിയിലുള്ള ഇങ്ങനത്തെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വ്യക്തമാക്കിയൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ആടെ എവിടെയും തൊടാത്ത പോലെ തോന്നും. പക്ഷെ ഞാൻ കൂടുതൽ വ്യക്തമാക്കായിട്ടാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കണക്ഷൻ ഫീലിംഗ് ഉണ്ടല്ലോ, എന്തിനത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
ഓക്കെ, എന്തിനു ഇവിടേക്ക് ഡെവലപ്പ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. പക്ഷെ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. അത് കഥയിൽ ചോദ്യമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ പറയുന്നത്, അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ് കഥ എഴുതി, അതുപോലെയാണ് പോയത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്ര ആൾക്കാർക്ക് വർക്കാവും എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് പോയിരുന്നിട്ട്, അതായത് എന്താ പറയാ, ഒരു നോർമൽ സിനിമ കാണാൻ പോവാണ്, മമ്മൂട്ടി മോഹൻലാൽ തമ്മിലുള്ള സീക്വൻസ് ഒക്കെ കാണാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു നോർമൽ സിനിമ, ആ ഒരു നമ്മളെ മനസ്സിൽ പാട്രിയറ്റ് എന്ന് പറയും, മമ്മൂട്ടി മോഹൻലാൽ അഴിഞ്ഞാടുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായും നിരാശയായിരിക്കും ഫലം. എനിക്ക് സിനിമ വർക്കായത് എനിക്കൊന്നും, ഞാൻ കംപ്ലീറ്റ് സീറോ ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പോയത്. അതായത് ഞാൻ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടായിരുന്നു, പലരും പറഞ്ഞ റിവ്യൂസിനെ പറ്റി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഞാൻ സിനിമ അത്ര പോരാ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു നോർമൽ സിനിമ കാണാൻ പോവുകയാണ് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചെങ്കിലും വർക്കായത്. എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ചിലർക്ക് വർക്കായി, ചിലർക്ക് വർക്കായിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഈ സിനിമ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ പറയുകയാണെങ്കിൽ മികച്ചു നിന്നു, എന്നാൽ മികച്ചു നിന്നിട്ടില്ല. പല മേഖലകളിലും അത് താഴോട്ട് പോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സുഷിൻ ശ്യാമിന്റെ പ്രീവിയസ് വർക്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മേഖലയിലും സുഷിൻ ശ്യാമിന് ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം മികച്ച രീതിയിലാക്കാമായിരുന്നു. അതുപോലെ യൂസിങ് ഗൺസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ട്രെയിലർ കണ്ടത് ഈ സിനിമയിലുള്ളൂ, കൂടുതലൊന്നുമില്ല. ആ ട്രെയിലർ എന്ത് കണ്ടോ അത് സിനിമയിലുള്ളൂ. ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു ട്രെയിലറിൽ നിങ്ങൾക്ക് അതിനൊരു ഗ്ലിംസ് അല്ലേ ട്രെയിലർ കൊടുക്കാം. ഒരു ട്രെയിലർ എന്നാൽ പിന്നെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമ കണ്ടു എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് അതൊക്കെ കണ്ട് എക്സ്പെക്ട് ചെയ്ത് വരുന്ന ആൾക്കാർ, അതാണ് ഇനീഷ്യലി റിവ്യൂസ് വളരെയധികം മോശമാവാനും പലരും അതിനെ മോശം പറയാനും കാരണം അതുകൊണ്ടാണ്. കാരണം അവർ എക്സ്പെക്ട് ചെയ്തില്ല, അവരെന്താണ് ട്രെയിലർ കണ്ടത് അത് തന്നെ തിയേറ്ററിൽ പോയി കണ്ടു എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ്. ഒരുപക്ഷെ അത് ട്രെയിലർ അങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ട്രെയിലറിന് ഒഴിവാക്കിയിട്ട് ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതൊരിക്കലും സാധിക്കില്ല. ട്രെയിലർ ഷുഡ് ബി പ്രോമിസിങ്. അതിന് വേണ്ടിയിട്ടാണ് ട്രെയിലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ആൾക്കാരിൽ എന്താ പറയുക ഒരു ഫയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഫയർ നിറഞ്ഞു വരുന്ന ആൾക്കാർ കൂടുതൽ ഫയറിനായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ എമ്പുരാനിലൊക്കെ സംഭവിച്ചില്ലേ, എമ്പുരാൻ ഇങ്ങനെ പോയ സാധനം നമ്മൾ ഇങ്ങനെ പോകാൻ എക്സ്പെക്ട് ചെയ്തു, അത് നേരെ ഇങ്ങനെ പോയി എന്നുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ അത് തന്നെയാണ് പാട്രിയറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. വളരെ മോശം റിവ്യൂസിലൊക്കെ ഞാൻ പലരും കണ്ടു, വളരെ മോശം റിവ്യൂസ് ഒക്കെ ഇരുന്നു. അത്ര മോശം സിനിമയൊന്നും അല്ല പാട്രിയറ്റിന് എന്താ പറയുക, കഥാസംബന്ധം തിരക്കഥ സംബന്ധം ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിലൊക്കെ ചെറിയ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വൺ ടൈം വാച്ചൊക്കെ തന്നെയാണ് തിയേറ്ററിൽ. നിങ്ങൾക്ക് ഇരിക്കാം. കുറച്ച് ലാഗൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ പെർഫോമൻസ്, ഫഹദ്, കുഞ്ചാക്കോവൻ, എല്ലാവരും സിനിമയിലുള്ള എല്ലാവരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ മഹേഷ് നാരായണൻ എന്ന ഒരു ഡയറക്ടർ, ടേക്ക് ഓഫ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്, ടേക്ക് ഓഫിൽ നിന്ന് അതുപോലെ ഇതിനകത്ത് ചെയ്യേണ്ട രീതിയിലുള്ള മുഹൂർത്തങ്ങൾ ടേക്ക് ഓഫിൽ ഉണ്ടായിരുന്നില്ല. ടേക്ക് ഓഫ് ഒരു വേറൊരു ലെവലിൽ പോകുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ കുറച്ചുകൂടി ഒന്ന് ആ കഥ ഒന്നുകൂടി ഒന്ന് വർക്ക് ചെയ്തുകൊണ്ട്, ഈവൻ സമയം എടുത്തിട്ടാണെങ്കിൽ, ഇപ്പം നിങ്ങളറിയാം ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഒരു സിനിമ എടുത്തായിട്ട് സിനിമ കഥ എഴുതി ഓരോന്നും ശരിയാക്കി വർഷങ്ങൾ എടുത്തിട്ടൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലൊരു സ്കെയിൽ, അപ്പം മമ്മൂക്കൊക്കെ പറഞ്ഞത്, മോഹൻലാൽ പറഞ്ഞത് മലയാളത്തിൽ നമ്മൾ വലിയൊരു സംഭവം സൃഷ്ടിക്കുകയാണ്, അപ്പം ഇതുകൊണ്ട് നമ്മളെ മലയാള സിനിമ മുന്നോട്ട് പോകണം, അതിൽ ആ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു സിനിമയെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കണം. അത് അത്ര മികച്ച ഒരു കലാസൃഷ്ടിയായിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ ചിന്തിക്കണം. കാരണം മലയാള സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം. അത് കാരണം നല്ല അടിപൊളി റൈറ്റേഴ്സ് ഉണ്ട്, ആ കഴിവുള്ള ആൾക്കാർ മലയാള സിനിമയിൽ ഒരുപാടുണ്ട്. ഇത്രയധികം ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ഉള്ള ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിരുന്നിട്ട് പോലും പല മികച്ച സിനിമകളും മറ്റുള്ള സംസ്ഥാനക്കാരെയും മറ്റുള്ള രാജ്യക്കാരെയും വരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ്സ് മലയാള സിനിമ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ അതിരിക്കെ തന്നെ ഇങ്ങനെ ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് സമയമെടുത്തോളൂ. ആർക്കും ധൃതിയില്ല. എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, പാട്രിയറ്റിലുള്ള പല രംഗങ്ങളും ആ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ ഇത് വളരെ മികച്ചൊരു സിനിമയായിട്ട് എടുക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ആ ഒരു സിനിമയുടെ ആ ഒരു ഷെയ്ഡിനനുസരിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ലൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടുള്ളത്. വേറെ ഞാൻ BGM പറ്റി പറഞ്ഞു, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഓക്കെ അതാണ്,
അല്ലാതെ അടിപൊളി. ഇപ്പൊ ജയിലർ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത് പറഞ്ഞുതരാം. ജയിലർ നമ്മൾ കാണുകയാണ്, സിനിമ കാണുകയാണ്, ഞാൻ പോയി കാണുന്നു. ജയിലർ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കിയത് KGF അങ്ങനെയൊക്കെയുള്ള സിനിമകൾ. ഇപ്പൊ നിങ്ങൾ പറയും ബഡ്ജറ്റ് ചെയ്യേണ്ട, ഓക്കെ, ലീവ് ഇറ്റ്. ദൃശ്യം പലതവണ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ലൂസിഫർ, എന്തിനാ പറയുന്നത്, മലയാളത്തിൽ തന്നെയുള്ള എക്സാമ്പിൾ എടുക്കാം. ലൂസിഫർ നമ്മൾ ഒരുപാട് തവണ ആ സിനിമ കണ്ടു. എന്നാൽ ആ ലൂസിഫർ പലതവണ കണ്ട ആൾക്കാർ എമ്പുരാൻ പലതവണ കണ്ടിട്ടാവോ എന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് പാട്രിയറ്റിന് സംഭവിക്കാൻ പോകുന്നത്. എമ്പുരാനും ഒരു മോശം ഒന്നായിരുന്നില്ല. അതിന്റെ സ്കെയില് എക്സ്പെക്ടേഷൻ മുകളിലും ഗ്രാഫ് താഴെയായിരുന്നു, സിനിമ താഴെയായിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി, കാര്യങ്ങളൊക്കെ അതാണ് അവിടെ പറ്റിയത്. ഓക്കെ, നിങ്ങളിപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനാ എമ്പുരാനിൽ ഒരുപാട് അപ്പാഷെ അങ്ങനെ ഇങ്ങനെ, അതുപോലെയുള്ള സംഭവങ്ങൾ ഈ സിനിമകളിലും ഉണ്ട്. ഓക്കെ, ചുമ്മാ അപ്പാഷെ കാണുമ്പോൾ നമ്മൾ വേറെ ലെവലിലെത്തിപ്പോയി ഇല്ലേ? ട്രെയിലറിലൊക്കെ അപ്പാഷെ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ലെവലിൽ, ആ ട്രെയിലറിൽ അഭിനയിച്ച ആൾക്കാരെ കാണും, നമ്മളെ എക്സ്പെക്ടേഷൻ നമ്മൾ വേറെ ലെവലിൽ. അതേ ഒരു എക്സ്പെക്ടേഷൻ പാട്രിയറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിലർ കണ്ടിട്ട്, അങ്ങനെയുള്ളതൊക്കെ. അപ്പം അങ്ങനെ പോകുമ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പാട്രിയറ്റ് ശരിക്കും നമ്മളെ നിരാശപ്പെടുത്തും. എന്നാൽ ഇതൊന്നുമില്ല എന്ന് കരുതി പോയി കഴിഞ്ഞാൽ പാട്രിയറ്റ് നമ്മളെ നിരാശപ്പെടുത്തില്ല. ഇറ്റ് ഈസ് വൺ ടൈം വാച്ചബിൾ മൂവി എന്നാണ് എൻ്റെ വേർഡിക്റ്റ്. അതിൽ കൂടുതൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി, നമ്മൾ എന്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. യു ക്യാൻ ഗോ വാച്ച് ദിസ് മൂവി ഇൻ എ തിയേറ്റർ ഇഫ് യു ഡോണ്ട് മൈൻഡ്. അങ്ങനെ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു വേർത്തും ഇല്ലാത്ത മൂവിയൊന്നും അല്ല പാട്രിയറ്റ്. പാട്രിയറ്റ് സ്റ്റിൽ ക്യാൻ ബി വാച്ച്ഡ് ഇൻ തിയേറ്റേഴ്സ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടമാകുന്നില്ല. ജസ്റ്റ് വാച്ച് ആൻഡ് കം ബാക്ക്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം പറയാം, നിങ്ങൾ OTT വന്നാലും കാണാൻ സാധ്യത ഇല്ല. ബട്ട് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് പാട്രിയറ്റ്. എല്ലാവരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്, തിയേറ്ററിൽ വേറെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ആ ഒരു, ഇപ്പോൾ ഉദാഹരണത്തിന് F1 എന്ന് പറയുന്ന സിനിമ, ഞാൻ ചുമ്മാ മലയാള സിനിമ അതൊരു കമ്പയർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസിന് എങ്ങനെയാണ് പോവുക, അപ്പോൾ അത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊന്നുമില്ല. ജസ്റ്റ് ഒരു സിനിമ കാണുക, വരിക, അതിൻ്റെ അകത്തുനിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, വരിക. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ളതാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ അതുമായിട്ടൊരു ബന്ധമില്ല. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ സിനിമയായി കണ്ട് ഒരു 2.5 hours to 3 hours ഒന്ന് ജസ്റ്റ് ഒന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരുമിച്ച് ചേരൽ, ഫഹദിന്റെയും കുഞ്ചാക്കോവിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണാനായിട്ട്, എന്താണ് പാട്രിയറ്റ്, എന്താണ് മഹേഷ് നാരായണൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാനുള്ള ആൾക്കാർക്ക് അവിടെ പോയി കാണാം. ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, മിണ്ടാതിരിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ബൈ.